നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. ആദ്യമായി സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നമുക്കിപ്പോൾ 8,000 രൂപയോളം കുടിശ്ശികയായിട്ടുണ്ട്. ഈ ഒരു കുടിശ്ശിക വിതരണം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇനിയും നടത്തുവാൻ പോകുന്നതെന്നാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 1,600 രൂപ വീതം ഇനിയും എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനോടൊപ്പം സംസ്ഥാനത്ത് ഓണം, ക്രിസ്തുമസ്, അതോടൊപ്പം തന്നെ റംസാൻ എന്നീ വിശേഷ മാസങ്ങളിൽ സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നും 1 ഗഡു അല്ലെങ്കിൽ 2 ഗഡു കൂടി കൂട്ടിച്ചേർത്തായിരിക്കും വിതരണം ചെയ്യുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. 2024 ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ്ങിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2023 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കുടുംബങ്ങളിലെ ആളുകൾ അവരിനിയും മസ്റ്ററിങ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കായിട്ട് ഇപ്പോൾ 5-ാം തീയതി മുതൽ ജൂൺ മാസം 5-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ അതുപോലെ തന്നെ ജനസേവാ കേന്ദ്രങ്ങളിലേക്കോ ഒക്കെ പോയാൽ നമുക്ക് മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ കൃത്യമായും കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് OTP വരുമ്പോൾ OTP വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമ്മളുടെ മസ്റ്ററിങ് സ്റ്റാറ്റസ് ഓക്കെ ആകുകയുള്ളൂ. മുമ്പ് KYC അതായത് ഇലക്ട്രോണിക് KYC ചെയ്തിട്ടുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതുവരെയും ഇലക്ട്രോണിക് KYC ചെയ്തിട്ടില്ലാത്ത ആളുകൾ മാത്രം അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ ജനസേവാ കേന്ദ്രങ്ങളിലേക്കോ പോയി ഇത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്തരത്തിൽ വിജയകരമായി മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 2,000 രൂപ ഉടൻ തന്നെ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്